പിള്ളേർ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മനോഹരമായ ശബ്ദം ദാസേട്ടൻ്റെയും ഏറ്റവും മോശം ശബ്ദം എൻ്റെയാണ്. രണ്ടിനും കുറേ കഴിഞ്ഞപ്പോഴാണ് മറ്റ് ഡയറക്ടേഴ്സിന് മനസ്സിലായത്, ആടാ ഇത് പറ്റിച്ച്. നമുക്ക് എവിടെയും രഹസ്യമായിട്ടൊന്നും പോകാൻ പറ്റില്ല. കഥ കേട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം ഏതൊരു പ്രായക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കഥ പറയുന്നത് മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെങ്കിലോ. വെൽക്കമിങ് ഓൺ ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. ലാൽ ജോസ് സർ. സർ വെൽക്കം ടു ഞാൻ വിടമാട്ടെ. താങ്ക് യു. ഞാനേ ഇപ്പം നമ്മൾ കുറേ തവണ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പല പ്ലാറ്റ്ഫോംസിൽ, എൻ്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. പക്ഷെ എപ്പം സാറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സീരിയസ്ലി പറയും, എനിക്ക് രാവിലെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്താണ് കഥ കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കഥ കേൾക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഥ പറഞ്ഞ ഒരാൾക്ക്, ഇപ്പോൾ എനിക്ക് എന്നോടൊരാൾ ഫിലിമിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, അവർക്ക് ആ ഇൻട്രസ്റ്റ് ലൂസാവും. എന്നാൽ സാറ് എപ്പം കഥ പറഞ്ഞാലും, സാറിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഇരുന്ന് പോവും. ഇങ്ങനെ കഥ പറയാൻ എനിക്കൊരു കഴിവുണ്ട് എന്ന് സാറ് റിയലൈസ് ചെയ്ത് എപ്പോഴായിരുന്നു? അല്ല, ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ സിനിമയുടെ കഥകൾ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അവരോട് കഥ പറയണം. അപ്പോൾ പലപ്പോഴും എൻ്റെ മീതിയുള്ളൊരു വിശ്വാസം കൊണ്ട് അവർ കഥ മുഴുവൻ പറയിപ്പിക്കാറേ ഇല്ല. പക്ഷേ അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ അത്രയും വിശ്വാസമുണ്ട്, അപ്പോൾ നമ്മൾ സിനിമ ചെയ്യും, അത്രയേ ഉള്ളൂ. കഥയുടെ ഒരു ക്യാരക്ടറൊക്കെ പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ കഥ പറച്ചിലുകാരനാവണം, എന്നാലേ സംവിധായകനാവാൻ പറ്റുള്ളൂ. ആളുകളെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അഭിനയിപ്പിക്കണം. അങ്ങനെ ആദ്യം എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ആദ്യത്തെ അടി എന്ന് പറയുന്നത് മുല്ല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മീര ജാസ്മിനെയാണ് നായികയായിട്ട് വിചാരിച്ചിരുന്നത്. അങ്ങനെ മീര ജാസ്മിനെ കൽക്കട്ടയിൽ പോയിട്ട് കാണുകയാണ്. കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പോൾ ദിലീപ് ഉണ്ട് അവിടെ. അപ്പോൾ ദിലീപിൻ്റെ പടത്തിലെ നായികയായിട്ടാണ് ഈ കുട്ടീനെ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് അവരോട് ഈ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു. കഥ പറഞ്ഞിട്ട് പോന്നു. ഇപ്പോൾ അവർ അറിയിക്കാം എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലെത്തിയപ്പോൾ ദിലീപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് നടക്കാൻ സാധ്യത കുറവാണ്, അവൾക്ക് ലാലു കഥ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം ഭീകരമായ പണികൾ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയി. കാരണം അതുകൊണ്ടാണ് പുതിയ പെൺകുട്ടികളെ ഞാൻ നായികയാക്കാൻ അല്ല അതിൽ വരുന്നത് മീര നന്ദനായിരുന്നു. അപ്പോൾ എൻ്റെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ ഇൻ്റർവ്യൂകളിൽ ഞാൻ എപ്പോഴും വിചാരിക്കുക ഞാനൊരു ഫെയിലിയറാണെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ 2 വാചകത്തിലൊക്കെ മറുപടി പറയാവൂ. അങ്ങനത്തെ ഇൻ്റർവ്യൂസാണ് എനിക്ക് കാണാൻ ഇഷ്ടമല്ല. ഇങ്ങനെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു വള 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 എന്ന് ഇരുന്നിട്ട് മറുപടി പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ പറയാനറിയില്ല. അപ്പം നിങ്ങളൊരു കീർത്തി ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ എല്ലാ ആംഗിൾ അതെൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ ഒരു ഡൗട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ബാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാക്കി വയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ വിശദമായിട്ട് പറയും. അത് ഇപ്പോൾ ആളുകൾ, ഇപ്പോൾ ഞാൻ ലാൽ ജോസിൻ്റെ കൊച്ചു വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് കഴിഞ്ഞ ഈ ജനുവരി അല്ല, അതിന് മുമ്പത്തെ ജനുവരിയിലാണ്, 2004 ജനുവരിയിൽ തുടങ്ങിയത്. ഞാനൊരു പബ്ലിസിറ്റി അതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ചെയ്യുന്ന യാത്രകളുടെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഇത് ഒരു ഫോൺ മാറുന്നതോടുകൂടി ഇതെല്ലാം പോകും. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വയസ്സാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പഴയ മെമ്മറീസൊക്കെ ചെറിഷ് ചെയ്യാൻ ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർഡായിട്ട് കിടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ ഓർമ്മകൾ, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ, അവരെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കൊച്ചു വർത്തമാനങ്ങൾ എന്ന് പേരിടാൻ തന്നെ കാരണം അതാണ്. ഒരു സീരിയസ് ടോക്സ് ഒന്നല്ല. അപ്പോൾ അത് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് കാണുന്ന ആളുകൾ, പിന്നെ ചരിത്രമെന്നിലൂടെ, സഫാരിയിലെ ചരിത്രമെന്നിലൂടെ കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ എത്രയോ ആളുകൾ പറയും, വിളിച്ചിട്ട് പറയും രാത്രി കിടന്ന് ഉറങ്ങുന്നത് ഇതിൻ്റെ ഓഡിയോ കേട്ടിട്ടാണ്. ഞാൻ ഒരാളെ ഉറങ്ങിപ്പോകുന്ന അത്രയും ബോറാണോ എന്ന് വിചാരിക്കും ചിലപ്പോൾ. പക്ഷെ അവരത് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അവർ ഭയങ്കര സൂത്തിങ് ആണെന്നൊക്കെ. അപ്പം അങ്ങനെ അത് ആളുകൾ എന്നോട് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഇഷ്ടം കൊണ്ട് അതൊക്കെ ചേർന്നിട്ടാണ് നിങ്ങളൊരു കഥ പറച്ചിലുകാരനാവുന്നത്. കാരണം
നിങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ തോന്നണം. അതിന് നിങ്ങളോടൊരു ഇഷ്ടം ഏതെങ്കിലും ഒരു കോണിൽ അവർക്ക് ഉണ്ടാവണം. പിന്നെ പറയുന്നതിൽ വ്യക്തത ഉണ്ടാവണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാനായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം ഭയങ്കര കുഴപ്പമാണ്. ഒരു ക്ലാരിറ്റി കുറവുള്ള ശബ്ദമാണ്, മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ നേരത്തെ എന്നോട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ മിമിക്രിക്കാർ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതൊരു യുണീക്ക് ശബ്ദമാണെന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ആ ശബ്ദം ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ അപ്പം ഞാൻ വിശദമായി പറയാൻ തുടങ്ങിയത് ഞാൻ പറയുന്നത് മനസ്സിലാവാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നി സാർ പറഞ്ഞതിൽ, ഞാൻ കുറേ പരിചയമുള്ള മീഡിയയിലുള്ള ആൾക്കാരാവട്ടെ, ഇപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ ബേസിക്കലി വേറൊരാളുടെ എടുക്കണമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത് സാറിൻ്റെ സഫാരിയിൽ നടന്ന ആ ഷോ, അല്ലെങ്കിൽ സാറിൻ്റെ ഇപ്പം ലോഞ്ച് ചെയ്യുന്നതിനകത്ത് മാളച്ചേട്ടനെ കുറിച്ച് പറയുന്നതും സിദ്ദിഖ് ലാലിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മളത് റെഫറൻസ് ആയിട്ട് എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബ്രീഫ് ഇങ്ങനെ എലാബറേറ്റ് ആയിട്ട് പറയുന്ന ഒരു കണക്കിന് അത് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ ഈ വോയിസിൻ്റെ കാര്യം ആക്ച്വലി സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കാരണം എവിടെ കേട്ടാലും നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു വോയിസാണ്. ഞാൻ ഫസ്റ്റ് സാറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോഴും ഞാൻ എവിടുന്നോ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ആണ്. കഥകൾ കേട്ട ആ ഒരു ഫീലിംഗ് ആണ്. ഈ വോയിസ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ശരിക്കും ഏത് സമയത്ത്, ഈ മിമിക്രി നടക്കുന്ന സമയത്തായിരുന്നോ അതോ സാർ ഈ സിനോപ്സിസ് പോലെ തുടക്കത്തിൽ വോയിസ് ഓവർ കൊടുക്കും, എപ്പോഴാണ് ഈ വോയിസ് രജിസ്ട്രേഷൻ നടന്നത്? കാരണം ഡയറക്ടറിൻ്റെ ഒരു വോയിസ് ഇത്രയും മാത്രം രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം ഭയങ്കര റെയറാണ് മലയാളത്തിൽ. അതിൻ്റെ ഒരു ബേസിക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 98-ലാണ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ആ കാലത്ത് ആകെ ഒരു ദൂരദർശനും ഏഷ്യാനെറ്റും മാത്രമേ ഉള്ളൂ, പിന്നെ സൂര്യ TV, 3 ചാനലുകളേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രൊമോഷൻ പരിപാടികളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടേ നടക്കുള്ളൂ. അപ്പോൾ ആ കാലത്ത് എൻ്റെ സീനിയേഴ്സൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവർ മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു ഇൻ്റർവ്യൂ ഒരു പടം വരുമ്പോഴൊക്കെ കൊടുക്കും. അത്ര ഈ ചാനലുകളിൽ പോയിരുന്ന് വർത്തമാനം പറയാനൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആർക്കും അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ പുതിയ ചാനലുകളായതുകൊണ്ട് ദൂരദർശൻ ഒഴികെ ഈ സൂര്യ TVയിലും ഏഷ്യാനെറ്റിലൊക്കെ ചെറുപ്പക്കാർ ധാരാളം ജോയിൻ ചെയ്ത് ജേർണലിസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നുള്ള അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അവരൊക്കെ ആയിട്ടൊരു സൗഹൃദം ഉണ്ടായി ഈ ഇതിൻ്റെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അന്ന് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഡയറക്ടർ ഞാനാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ ഒരു സ്ലോട്ട് കാലിയായി കിടക്കണം, അവിടെ ഒരു സാധനം ചെയ്തേ പറ്റൂ, അവർക്ക് ഇമ്മീഡിയറ്റ്ലി വിളിക്കാവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ എല്ലാവരും വിളിക്കുന്ന പരിപാടികൾക്കും ഈ ചാനലുകളിൽ സ്ഥിരമായി പോകും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഫെമിലിയറായി ഫാമിലീസിന്. അത് കുറേ കഴിഞ്ഞപ്പോഴാണ് മറ്റ് ഡയറക്ടേഴ്സിന് മനസ്സിലായത്, ആടോ ഇത് പറ്റിച്ച്. കാരണം അവർ വിളിക്കുമ്പോൾ പോവില്ല, അല്ലെങ്കിൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയും, അല്ലെങ്കിൽ ഇന്ന് പറ്റില്ല അടുത്ത ആഴ്ച നോക്കാമെന്ന് പറയും. ഇവർക്ക് ചിലപ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ടായിരിക്കും ഈ വിളിക്കുന്നത്, അവർക്ക് മറ്റന്നാൾ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവരെ വിളിക്കുന്ന ആളോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് പലപ്പോഴും പോയി ഇരിക്കുന്നത്. ഇപ്പം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10-27 കൊല്ലം ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല, ഇനി എന്നെക്കുറിച്ച് ആളുകൾക്ക് അറിയാനും ബാക്കിയൊന്നുമില്ല. അപ്പം അങ്ങനെയായി. അപ്പോൾ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂകളിലോട് വിമുഖനാണ്. എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുള്ള പരിപാടിയിൽ എന്തെങ്കിലും പറയാം. അത് ആഴ്ചയിൽ ഒരു എപ്പിസോഡുണ്ട്. അപ്പോൾ ഇനി എന്ത് ബാക്കി പറയാനുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂസ് ഇപ്പോൾ ടോട്ടലി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ അവർക്ക് നമ്മളുടെ ഇൻ്റർവ്യൂയോട് താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. പുതിയ 100 കണക്കിന് ഡയറക്ടേഴ്സ് ഉണ്ട്, പറയാൻ അവർക്കൊക്കെ പുതിയ പുതിയ കഥകളുണ്ടാവും. അപ്പോൾ ശബ്ദം കലാഭവൻ മണി, ഞാൻ 99-ൽ ഇവിടെ ആദ്യമായിട്ട് ദുബായിൽ വരുമ്പോൾ ആ ഒരു സ്റ്റേജ് ഷോയ്ക്കാണ് വരുന്നത്. അപ്പോൾ ആ യാത്രയിൽ ബസ്സിൽ ഞങ്ങൾ കുറേ അലൈനിലേക്കൊക്കെ ബസ്സിലാണ് പ്രോഗ്രാമിന് പോകുന്നത്. അപ്പം ഫുൾ ടീം ഒരുമിച്ചൊരു ബസ്സിലാണ്. അപ്പോൾ ആ യാത്ര രസകരമാക്കാൻ വേണ്ടിയിട്ട് ദിലീപ് മിമിക്രിയും മണി ചെയ്യും. അപ്പം മണി അന്ന് ചെയ്ത ഒരു പുതിയ ഐറ്റം ബസ്സിൽ ചെയ്തത് ലാൽ ജോസാണ്. ഏതാ പേര് പറഞ്ഞില്ല, അവന് ഒരു സംസാരം മൈക്കിൽ ഇതാരാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും കൂട്ടച്ചിരിയായി ഞാനാണെന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ ശബ്ദം ഇത്രയും വൃത്തികെട്ടതാണെന്നും ഇത്രയും ദയനീയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എല്ലാവരും ഫണ്ണ് നമ്മളൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ രസികൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ, അതായിരുന്നു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആദ്യത്തെ റിലീസാവുന്ന
സിനിമ. അതിലൊരു ചെറിയ ക്യാരക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ത്രൂ ഔട്ട് സിനിമയിൽ ഉള്ളൊരു ക്യാരക്ടറാണ്, അധികം ഡയലോഗൊന്നുമില്ല. അപ്പം എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ പേര് അനൂപ് കണ്ണൻ എന്നാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ അനൂപേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും സെറ്റിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള ബ്രേക്കിൽ ഒരു അരമണിക്കൂർ ഞാനൊന്ന് മയങ്ങാൻ കിടക്കുന്ന സമയത്ത് സുരാജ് ഈ മൈക്ക് എടുത്തിട്ട്, അപ്പോൾ അനൂപ് എവിടെയെങ്കിലും ചുരുണ്ടുണ്ടോ, അപ്പോൾ അനൂപ് എന്ന് വിളിക്കും. അപ്പോൾ അനൂപ് ഓടി വരും. എന്നിട്ട് അനൂപ് എന്നെ വിളിക്കും, സാർ വിളിച്ചോ. അപ്പൊ അങ്ങനെ സുരാജ് ആ സെറ്റിൽ ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കണം സുരാജ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സാജറേഷനും ഉണ്ട്. അപ്പം സുരാജ് അത് ഇവിടെ ദുബായിലെ ഏതോ ഒരു പ്രോഗ്രാമിന് ആരാണെന്ന് പേര് പറയാതെ എന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അത് ഭയങ്കര ഹിറ്റായി. പക്ഷെ അപ്പം എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി, കാരണം ആളുകൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, എൻ്റെ ശബ്ദത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതും ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും, മോശം കാര്യവും ആളുകളെ ആകർഷിക്കും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദം ദാസേട്ടൻ്റെയും ഏറ്റവും മോശം ശബ്ദം എൻ്റെയാണ്. രണ്ടിനും ഒരേ റീച്ച് ഉണ്ട്. അതാണ് ഞാൻ അനുഭവം എന്ന് പറഞ്ഞാൽ, മറ്റേ ഓൾഷീറ്റ്സിൽ പോളണ്ടിൽ ഓഷീറ്റ്സ് എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഓഷീറ്റ്സിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ജൂതന്മാരുടെ അവരെ കൊന്നുകളഞ്ഞ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ വേണ്ടി പോകുക. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കണം. അവിടെ മലയാളികൾ ആരുമില്ല. ഞാൻ ഫുൾ വൂളൻ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്, മനസ്സിലാവുകയില്ല. അപ്പോൾ എൻ്റെ പുറകിലും മുമ്പിലും നിൽക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അവർ ഇംഗ്ലീഷിലും അവിടുത്തെ പോളിഷ് ലാംഗ്വേജിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഇന്ത്യൻസ് ആണ്, പക്ഷേ ഇവിടെ മുമ്പുള്ള ആൾക്കാരായിരിക്കും, നമ്മളറിയാനൊരു കാര്യം. പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ ഫോണിൽ മലയാളത്തിൽ അവിടെയുള്ള മലയാളി ഫ്രണ്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ഫോണിൽ മലയാളത്തിൽ സംസാരിച്ച ഉടനെ ഈ നിന്നിരുന്ന ആൾക്കാർ മുഴുവൻ ടേൺ ചെയ്തു, ലാൽ ജോസാണോ? അപ്പോൾ അവരെന്നെ കണ്ടിട്ടവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല, പക്ഷെ ശബ്ദത്തിൽ അവർ അതൊരു രസമുള്ള, പലപ്പോഴും കൗതുകമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എവിടെയും രഹസ്യമായിട്ടൊന്നും പോകാൻ പറ്റില്ല. സാറിന്റെ വോയിസ് എങ്ങനെയാണെങ്കിലും മാറ്റി പറയാൻ പറ്റത്തില്ല. അതെ, പണ്ട് ഇവിടെ ദുബായിൽ വരുമ്പോൾ ഓരോ വീടുകളിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് അമ്മമാർ പറയും, ഇവൻ ഭയങ്കര മിമിക്രിയാ, സുരേഷ് ഗോപിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെക്കൻ വന്നിട്ട് ഷേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ ഈ ഒരു സാധനം ചെയ്താൽ സുരേഷ് ഗോപിയായി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എല്ലാവർക്കും ഇമിറ്റേറ്റ് ചെയ്യാവുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പിള്ളേർ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അതെൻ്റെ ശബ്ദമായി എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ണുണ്ട്, ചില സമയത്തൊക്കെ ഇത് ഭ്രാന്ത് വരും. പിന്നെ ഇത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെയാണ്, തമാശകൾ പറയുന്നതൊക്കെയാണ്, പക്ഷെ ഐഡിയോളജിക്കലി ഞാൻ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്, എൻ്റെ പേഴ്സണൽ, അല്ലാണ്ട് ഇപ്പോഴത്തെ ഇതല്ല. ഞാൻ ഒരിക്കലും പറയാത്ത ചില കാര്യങ്ങൾ, ഞാൻ കമൻ്റ് ചെയ്യാത്ത ചില ഏരിയകൾ, എനിക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവരെൻ്റെ ശബ്ദത്തിൽ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ശരിയാണ്. അത് ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ എല്ലാ പരിചയമുള്ള മിമിക്രി സുഹൃത്തുക്കളോടും പറയും, ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ശബ്ദം ആക്ഷൻസൊക്കെ ഇമിറ്റേറ്റ് ചെയ്തോളൂ, പക്ഷെ അയാളുടെ ഒരു നിലപാടുകൾ എന്താണെന്നും അയാളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് സൊസൈറ്റീനെ കുറിച്ചുള്ളതെന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം, അയാളുടെ പൊളിറ്റിക്സൊക്കെ അറിഞ്ഞിട്ട് വേണം അയാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര ഹർട്ടിങ് ആയിരിക്കും. കാരണം നമ്മളൊരിക്കലും പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ചില ആർട്ടിസ്റ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ, അത് ഈ മിമിക്രിക്കാരൻ്റെ അഭിപ്രായമാണ്, പക്ഷെ നമ്മുടെ ശബ്ദത്തിൽ അത് പറയുമ്പോൾ നമ്മൾ പറയുന്നതായിട്ടാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നിട്ടൊക്കെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളൊരു സാധനം അതാണ്, നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന കമൻറ്റുകൾ തമാശ നിർദോഷമായിരിക്കണം, അത് ഇൻസൾട്ടിങ് ആവരുത് എന്ന് പറയാറുണ്ട്.
ഞാൻ ലാസ്റ്റ് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് നമ്മൾ ഈ മലയാളം ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പം ലാൽ ജോസ് സാറിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞിരുന്നു. സാദിഖ് എന്ന് പറഞ്ഞ ആക്ടറാണ് ആദ്യം ജെയിംസ് ആൽബർട്ടിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ്മേറ്റ്സിൻ്റെ കഥ കേട്ടതും സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതും. എന്നാൽ ക്ലാസ്മേറ്റ്സിനെ നോക്കിക്കഴിഞ്ഞാൽ സാദിഖിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഇല്ലായിരുന്നു. കാരണം ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞു, എടാ നീ ചെയ്ത എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പോകും. കാരണം എന്ന് വെച്ചാൽ അത് അത്രയും നമുക്ക് കണ്ട ദേഷ്യം തോന്നുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ശരിക്കും അതിൻ്റെ ഒരു കഥ എന്തായിരുന്നു? ജെയിംസ് ആൽബർട്ട് സാറിൻ്റെ അടുത്ത് വന്നതും ഈ ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ കഥ വന്നതും എങ്ങനെയായിരുന്നു? സാദിഖ് സിനിമ തുടങ്ങിയ കാലം മുതൽ ആദ്യ സിനിമ മുതൽ എൻ്റെ സിനിമകളിലുള്ള ഒരു ആക്ടറാണ്. ഞങ്ങൾ സൗഹൃദമുള്ള ആൾക്കാരാണ്, തൃശ്ശൂർക്കാരനാണ്, ഇടയ്ക്കൊക്കെ കാണും. അപ്പം രസികൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ട് അത് ഭയങ്കര ഫ്ലോപ്പായി. അപ്പം അത് ഭയങ്കരമായിട്ട് തന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി. ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടി വന്നു ആ സമയത്ത്. ഉറങ്ങാൻ പറ്റാണ്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഉറങ്ങാതെ ഭാര്യയാണത് നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ അറിയുന്നില്ല, അങ്ങനെ ഇരിക്കേണ്ട രാത്രിയൊക്കെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നില്ല, അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈദ്യരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് അത് ശരിയായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു. ഒറ്റപ്പാലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ തന്നെ. എറണാകുളത്ത് എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, ഷാജി വർഗീസ് എന്ന പുള്ളിയുടെ പേര്. പുള്ളി മുൻപ് ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു. എൻ്റെ അപ്പൻ്റെ കസിൻ്റെ മകനാണ്. അപ്പം എൻ്റെ ഒരു ചേട്ടൻ ആണ്. അപ്പോൾ ഷാജി വർഗീസിന് എറണാകുളത്ത് അശോക ഫ്ലാറ്റ്സിലൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഷാജി പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാം, ഇവിടെ വന്ന് വല്ല പുസ്തകമൊക്കെ വായിക്കി സിനിമയ്ക്ക് പോകാം, നമുക്ക് സരിതയുടെ ഒക്കെ അടുത്താണ്, അപ്പോൾ സിനിമയ്ക്ക് പോകാം, അവിടെ ഒറ്റപ്പാലത്തിരുന്ന് ഇങ്ങനെ മടുക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്നു. അപ്പോൾ ആരെയും കാണാനും ഇഷ്ടമൊന്നുമല്ല, അവിടെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം സാദിഖ് വിളിച്ചിട്ട് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജെയിംസ് ആൽബർട്ട് എന്നാണ് പേര്, സീരിയലൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്, കുങ്കുമം അവാർഡ്, നോവലിന് കുങ്കുമം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു കഥയുണ്ട്, അത് രസം തോന്നി എനിക്ക് കേട്ടിട്ട്, ഒന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇനി ഒന്നും കേൾക്കുന്നില്ല, ഞാൻ സിനിമയും ചെയ്യുന്നില്ല, നീ പോയി പണിയൊക്കെ, എനിക്ക് വയ്യ കേൾക്കാം. അപ്പോൾ സാദിഖ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കന്ന് ഞാൻ 2ാം ഭാവം എന്ന് പറഞ്ഞ സിനിമ മംഗലാപുരത്ത് വെച്ച് ചെയ്യുമ്പോൾ അവിടെ ഡോക്ടർ വർഗീസ് എന്ന് പറഞ്ഞ ഒരാളും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും ഒക്കെ അവർ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2ാം ഭാവം അവിടെ മംഗലാപുരത്ത് ഷൂട്ട് ചെയ്യുന്നതിന് അവരുടെ വീട്ടിൽ എത്രയോ ദിവസം പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സുഹൃത്താണ് ജെയിംസ് ആൽബർട്ട്. അപ്പോൾ അവർക്കൊക്കെ ജെയിംസ് എന്ന സിനിമയിൽ വരണത് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അങ്ങനെ ഒരു കടപ്പാടും കൂടി ഉണ്ട്. അപ്പോൾ ശരി വാ വിടുന്ന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു സീരിയലൊക്കെ എഴുതുന്ന ഒരാൾ, സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ, ഇയാൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് കേട്ടിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വെച്ചാൽ ആളുകളെ ആയിട്ട് സംസാരിക്കാനും കാണാനൊന്നും ഇഷ്ടമില്ലാത്തൊരു സമയം. അങ്ങനെ ഈ ഫ്ലാറ്റിൽ ജെയിംസ് ആൽബർട്ട് തന്നെ കാണാൻ വന്നു. ആൽബർട്ട് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞ് ഈ കഥയുടെ പേര് ക്ലാസ്മേറ്റ്സ് എന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മളാരും ആലോചിച്ചിട്ടില്ല അത് ഒരു നല്ല സിനിമ പേരാണ്. എല്ലാ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. മലയാളമല്ല, ഇംഗ്ലീഷാണ്. പക്ഷെ ഉപയോഗിച്ച് മലയാളമായി കഴിഞ്ഞ ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അപ്പോൾ ഞാൻ ആ ഒരു കൗതുകം തോന്നി പറയാൻ തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസിന് ടെൻഷനും ഒക്കെ ആയിട്ട് ഭയങ്കര വിക്കാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ 10 മിനിറ്റ് കൊണ്ട് കേൾക്കാമെന്ന് വിചാരിച്ച സാധനത്തിന് ജെയിംസിന് ഒരു 25 മിനിറ്റ് വേണം പറയാം. വിക്കി ഭയങ്കര വിക്ക്. പക്ഷെ അയാൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിലൊരു ഹുക്ക് ഉണ്ടായിരുന്നു. അത് ഇന്ന് കാണുന്ന ക്ലാസ്മേറ്റ്സ് അല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ സെയിം ആണ്. പക്ഷെ ഇന്ന് കാണുന്ന ക്ലാസ്മേറ്റ്സ് അല്ല, അത് പിന്നീട് മാറിയതാണ്. അങ്ങനെ അയാൾ കഥ പറയാൻ തുടങ്ങി. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് അയാളെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാൽ ഞാൻ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ ഇയാളിരുന്ന് പറഞ്ഞ കഥ മുഴുവൻ കേട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കതിൽ വേറെ സജഷൻസോ കറക്ഷൻസോ ഒന്നും പറയാൻ തോന്നില്ല. നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനപ്പോൾ പ്ലാൻ ചെയ്തിരുന്ന സിനിമകളൊന്ന് ചാന്തുപൊട്ടൻ, പിന്നെ ഒന്ന് അച്ഛനുറങ്ങാത്ത വീട്, പിന്നെ മദർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 3 സിനിമകളാണ് എൻ്റെ പ്ലാനിങ്ങിൽ. അടുത്തത് ചാന്തുപൊട്ടാണ് ചെയ്യുക. 3നും പ്രൊഡ്യൂസേഴ്സൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നതിന് പ്രൊഡ്യൂസേഴ്സിനോട് ഈ 3 കഥയും പറയും. അച്ഛനുറങ്ങാത്ത വീടാണ് വേണ്ടതെങ്കിൽ ചാന്തുപൊട്ട് കഴിഞ്ഞിട്ട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. ചാന്തുപൊട്ടാണ് ചെയ്യണമെങ്കിൽ ചാന്തുപൊട്ട് ആദ്യം ചെയ്യും. അങ്ങനെ കഥ പറയും. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ സിനിമയായിട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ചെയ്യാമെന്നാണ്. പുള്ളി മതി എന്ന് തോന്നുന്നു.
അങ്ങനെയാണ് ക്ലാസ്മേറ്റ്സിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ അച്ഛനുറങ്ങാത്ത വീട് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്മേറ്റ്സ് ചെയ്യാൻ പറ്റി, ആളാ സമയത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അതിനിടയിൽ കഥയൊക്കെ മാറി. പ്രൊഡ്യൂസേഴ്സിനോട് ഈ കഥ പറഞ്ഞു. ശാന്ത മുരളിയും പ്രകാശ് എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലുള്ള പ്രകാശുമാണ് അത് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അവരോട് ഞാൻ ഈ 3 കഥകളും പറഞ്ഞു. ഇങ്ങനെ അപ്പോഴേക്കും അവർ വന്നപ്പോഴേക്കും ചാന്തുവട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനുറങ്ങാത്ത വീടിൻ്റെ കഥയും മദർ ഇന്ത്യയുടെ കഥയും ക്ലാസ്മേറ്റ്സിൻ്റെ കഥയുമാണ്. അവർക്ക് ക്ലാസ്മേറ്റ്സാണ് ഇഷ്ടം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അവരൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പിന്നെ അത് പൃഥ്വിരാജിനോടും ചാക്കോച്ചനോടും ഇന്ദ്രജിത്തിനോടൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ കഥ ഇഷ്ടമായി, അവർ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ വേണ്ടി സിദ്ദിഖ് ലാലിനോട്, അവർക്ക് ലാൽ റിലീസ് ഉണ്ടല്ലോ, അവരോട് പോയി പറയുമ്പോഴാണ് ലാലേട്ടനാണ് പറയുന്നത് ഇതിൻ്റെ തുടക്കം ഉഗ്രനാണ്, അവസാനം ഉഗ്രനാണ്. പക്ഷേ ഇടയിൽ അന്നത് ബാംഗ്ലൂരിലൊരു എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കഥയായിരുന്നു. അതുകൊണ്ട് അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും, ഞാൻ അങ്ങനെ ഒരു കോളേജിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അതിന് ഞങ്ങളുടെ സിനിമകളുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. ലാലിൻ്റെ സിനിമകൾ നമ്മൾ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് എക്സ്പെക്റ്റ് ചെയ്ത്, തമാശയും കാര്യങ്ങളൊക്കെ പോയി ഗോഡ് ഫാദറിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്യാമ്പസായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പുള്ളിയോട് ഞാൻ എടുത്തു പടം, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളാം, അതൊന്നും പ്രശ്നമില്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞാണെന്ന്. അന്ന് രാത്രി ഞാനും ജെയിംസും തിരിച്ചു വന്ന് ഞങ്ങളുടെ ഒരു രാജശേഖർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഹോട്ടലിലൊന്നും റൂം എടുക്കാൻ പൈസയൊന്നുമില്ലേ. അപ്പോൾ അവൻ്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കെ. അപ്പോൾ ആ വീട് കാലിയുണ്ട്, അവിടെ കിടക്കുകയാണ്. അവിടെ കൊതുകടിയും കണ്ട് കിടക്കുന്ന സമയത്ത് രാത്രി ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ഈ സിനിമ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ജെയിംസ് പറഞ്ഞു, അതെ ഞാനും. അന്ന് രാത്രി ഞങ്ങൾ ആ ഫ്ലാഷ് ബാക്ക് ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്ക് പരിചയം, നമ്മൾ പഠിച്ചിട്ടില്ലേ കോളേജിൽ, നമ്മുടെ ക്യാമ്പസുകളില്ലേ, നമുക്ക് പരിചയമുള്ള ക്യാരക്ടേഴ്സില്ലേ. അങ്ങനെ അന്ന് രാത്രി കൊല്ലം ഫാത്തിമയിലെ കഥകൾ ആ ജെയിംസും, ഒറ്റപ്പാല NSSലെ കഥകൾ ഞാനും പറഞ്ഞ് രാവിലെ ആയപ്പോൾ ഈ പുതിയ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഫോമായി. അപ്പോൾ അതിനനുസരിച്ച് കഥയുടെ സ്വഭാവം മാറി, ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം മാറി. പക്ഷേ അതിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സിനെ ആളുകൾ ഇപ്പോഴൊരു ക്യാമ്പസ് ഫിലിമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആക്ച്വലി ക്ലാസ്മേറ്റ്സിൻ്റെ ജോണർ എന്ന് പറയുന്നത് മർഡർ മിസ്റ്ററിയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എന്നും ഒരു സൗഹൃദവും എല്ലാം അത് ആക്ച്വലി അതിൻ്റെ ജോണർ എന്ന് പറയുന്നത് അതൊരു മർഡർ മിസ്റ്ററിയാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരണം സംഭവിച്ചിരുന്നു, അത് സ്വാഭാവിക മരണമാണെന്ന് വിചാരിച്ചു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം, 15 വർഷങ്ങൾക്ക് ശേഷം അതൊരു മർഡറായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അത് മൂടി വയ്ക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ കഥ. അപ്പം അത് ഈ ക്യാമ്പസിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. ആ ക്യാമ്പസിലെ ക്യാരക്ടേഴ്സ്, അവരുടെ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ആളുകളുടെ മനസ്സിലേക്ക് തറഞ്ഞതിൻ്റെ ഒരു കാരണം അതൊക്കെ റിയൽ ലൈഫ് എന്നുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെയുള്ള ആളുകളെ, ആ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ പരിചയം. നമ്മളെപ്പോഴും ലാൽ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ന്യൂ ആക്ട്രസ്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ന്യൂ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു സാർ? ഇപ്പം ജെയിംസ് ആൽബർട്ടിൻ്റെ കാര്യം പറഞ്ഞു, മുരളി ഗോപി രസികനിൽ വരുന്ന ഇത്, ഇക്ബാൽ കുറ്റിപ്പുറം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കഥ പറയാൻ സാറിൻ്റെ അടുത്ത് വന്നപ്പം ആ ഒരു ലോഞ്ച്, ഇവരെയും കൂടെ ഇവരുടെ കഥ കൊള്ളാം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ലോഞ്ച് നടന്നുകൊണ്ടിരുന്നത്? അല്ല, ഇക്ബാലിന് ഞാനല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇക്ബാൽ അതിന് മുമ്പ് കമൽ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തു. ഞാൻ 6 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റൈറ്റേഴ്സായിട്ട്. മുരളി ഗോപി, നമ്മുടെ ജെയിംസ് ആൽബർട്ട്, പിന്നെ പട്ടാളം ചെയ്ത റജി നായർ, ഇപ്പം നമ്മുടെ 41 സോളവൻ്റെ തേനീച്ചകളും ചെയ്ത PG പ്രഗീഷ്, വേറെ 2 പേരും കൂടി ഉണ്ട്, പുതിയ ആൾ. അപ്പം പലപ്പോഴും നമ്മളിത് അവർ പറയുന്ന കഥയാണ് നമ്മളെ ഒരു ഹുക്കൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളവരെ ഇതാക്കുന്നത്. കഥ തന്നെയാണ്, നല്ലൊരു കഥ പറയുന്നു, നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു കഥ പറയുന്നു. പിന്നെ അവർക്ക് മറ്റ് റൈറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കുറവുള്ളത് ഈ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പരിചയമാണ് ഇല്ലാത്തത്. അതിന് നമുക്ക് ഇത്രയും വർഷത്തെ പരിചയമുണ്ട്, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ പൊനം എന്ന് പറഞ്ഞൊരു നോവലാണത്. പൊനം ഭയങ്കര ഹിറ്റായ ഒരു നോവലാണ്. 3 വർഷത്തോളമായി അത് ഇറങ്ങിയിട്ട്. അത് KN പ്രശാന്ത് എന്ന് പറഞ്ഞ ആളാണത് നോവലിസ്റ്റ്. ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിച്ചത്. 2.5 വർഷം അദ്ദേഹം മാറ്റി മറിച്ചും ഒരു 10 ഡ്രാഫ്റ്റുകൾ എഴുതി
ഇപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതൊരു രസമുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം ഓൾറെഡി എഴുതി പരിചയമുള്ള ആൾക്കാർ അവരുടേത് ഒരു സ്റ്റൈലിലൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ തരത്തിലുള്ള കൺവീനിയൻസുകളുണ്ട്. അത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഇപ്പം പ്രശാന്ത് എഴുതുമ്പോഴുള്ള പ്രശ്നം, അദ്ദേഹം നോവൽ എഴുതുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഒരു 2.5 മണിക്കൂറിലേക്ക് ഒതുക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. അത് ഈ പുതുതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും. അപ്പോൾ അത് സാർ അസിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്? അതെ, ഞാൻ അവരുടെ കൂടെ ഇരിക്കും. എഴുതുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഇരിക്കാറില്ല. എഴുതുന്നതിന് മുമ്പ് ഒരു കുറേ ദിവസങ്ങൾ നീണ്ടിട്ടുള്ള ഡിസ്കഷൻസ്, ഒരു ഏതൊക്കെ വേണം. പിന്നെ ഫസ്റ്റ് ഒരു റഫ് എഴുതാൻ പറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പ്രശാന്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാളുടെ എഴുത്തിൽ ഭയങ്കര വിഷ്വലുള്ള ആളാണ്. അപ്പോൾ ആ വിഷ്വലുകൾ ചെയ്ത് വരുമ്പോൾ അയാളുടെ സീൻ ഒരു പേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ വിചാരിക്കുന്ന ചെറിയ സ്ക്രിപ്റ്റാണല്ലോ എന്നാണ്. പക്ഷെ ആ ഒരു പേജ് എന്ന് പറയുന്നത് ഒരു വലിയ സീക്വൻസ് പോലെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന കാര്യം, അപ്പോൾ അത് 2-3 തവണ എഴുതി ചിലപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസിലേക്ക് പോകുന്നൊരു കാര്യം ഇപ്പുറത്തെ സീനിലൊരു ഡയലോഗ് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാം. അപ്പം അത്രയും പണച്ചെലവ് ഒഴിവാക്കാം, അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ പരിചയത്തിൽ നിന്നുണ്ടാവുന്ന, നമ്മളൊരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന നല്ലൊരു സാധനമാണെങ്കിൽ തന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്യാനും പറ്റുള്ളൂ. ഒരു മോശം സ്ക്രിപ്റ്റിനെ നമുക്കൊരു നല്ല സ്ക്രിപ്റ്റാക്കി മാറ്റാൻ പറ്റില്ല. അത് ബേസിക് നല്ലതാണ്. അവർക്ക് ഈ ടൈം ലാഗ് കാര്യങ്ങൾ, ലെങ്ത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പലപ്പോഴും നമ്മൾ പല ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസ് കേൾക്കുന്നൊക്കെ സമയത്ത് ലാൽ സാർ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മെൻറ്റർ ഫാദർ ഫിഗറായിട്ട് നിൽക്കുക. ഈ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഫാദർ ഫിഗറൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ആ ഒരു അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യൽ, സാർ എവിടെയാണ് ആസ് എ ഡയറക്ടർ ഈ മെൻറ്റർഷിപ്പിൽ നിന്നൊരു ബൗണ്ടറി ഡ്രോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇമോഷണൽ ബൗണ്ടറി ആവാം, അതെങ്ങനെയാണ് സാർ അറിയുന്നത്? ബിക്കോസ് ഇത്രയും പേര് നമ്മളുടെ അടുത്ത് വന്ന് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മളെ അതായിട്ട് കാണുമ്പോഴും നമുക്ക് എല്ലാവരെയും ഒന്നും സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പറ്റില്ല. അപ്പം സാർ എവിടെയായിരിക്കും ഒരു ആസ് എ പേഴ്സൺ ബൗണ്ടറി ഡ്രോ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഞാൻ ബൗണ്ടറി വെക്കാറില്ല. ഞാൻ ഒരു ബന്ധങ്ങളിലും ഒരു അതിർത്തിയും വെക്കാറില്ല. എനിക്ക് 2 രീതിയേ ഉള്ളൂ. ഒന്ന് 100% ഉള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ 100% കട്ട് ഓഫ്. അപ്പോൾ 25% സ്നേഹിക്കുകയും 75% സംശയിക്കുകയും, അല്ലെങ്കിൽ 75% സ്നേഹിക്കുകയും 25% സംശയിക്കുകയും, ആ പരിപാടിയില്ല. അപ്പം എൻ്റെ അടുത്ത് ഉള്ള, ഞാനായി ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ അടുത്ത് 100% ഫ്രീഡം ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ എൻ്റെ ATM കാർഡിൻ്റെ നമ്പർ അറിയാം, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് നമ്പർ അറിയാം. അവരുടെ ഇടയിൽ അവരുമായിട്ട് എനിക്ക് യാതൊരു അങ്ങനത്തെ സീക്രട്സും ഇല്ല. അപ്പോൾ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട് അത് ചെയ്യാൻ. അതോടുകൂടി പിന്നെ ഞാൻ റിവെഞ്ചിൻ്റെ ആളല്ല, എനിക്ക് അങ്ങനെ വെഞ്ചൻസ്, നമ്മൾ ആ വഴിയിൽ നിന്ന് മാറി നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നോട് ഈ മെൻറ്റർഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ സുഹൃത്തിനെ അടുത്ത് പറയില്ലേ, അങ്ങനെ എന്നോട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും പരിചയമുള്ള ആൾക്കാരും ഒരു പ്രശ്നം വരുമ്പോൾ, എൻ്റെ ഒപ്പം വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ അവരാദ്യം എന്നെ വിളിക്കും. എൻ്റെ കയ്യിലൊന്നും ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് വിളിക്കുന്നത്. അപ്പം അത് കഴിയുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഒരു ഭയങ്കര സൽപ്രവൃത്തിയായിട്ടൊന്നുമല്ല, അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അത് നോർമലാണ്, അത് നാച്ചുറലാണ്. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ആളുകൾ നമ്മളോട് അടുക്കുന്നതും അകന്നു പോകുന്നതും വളരെ സ്വാഭാവികമായ കാര്യമാണ്. ജീവിതത്തിൽ ആളുകൾ അവരുടെ തിരക്കുകളിലേക്കും അവരുടെ മറ്റ് ബന്ധങ്ങളിലേക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്യുമ്പോൾ അവരങ്ങനെ പോകും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കുറേ പേര് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അവരൊക്കെ നന്നായിരിക്കണം കാണുമ്പോൾ സന്തോഷം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. അപ്പം നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് ആസ് എ ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു മെൻറ്റർഷിപ്പോ അല്ലെങ്കിൽ ഞാനൊരു മെൻറ്ററാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഒരു
പരിചയമുള്ള ഏതൊരാൾക്കും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് കരുതുന്നത് ഞാൻ ഒരാൾക്കും ഒരു ഓഫറും കൊടുക്കില്ല. ഞാൻ വാക്കുകൾ കൊടുക്കില്ല. വാക്ക് എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിളും വളരെ പവർഫുള്ളും ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വാക്ക് കൊടുത്താൽ ഞാൻ മാറ്റൂല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാക്ക് കൊടുക്കില്ല. ഞാൻ ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കാമെന്നേ പറയുള്ളൂ. പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഈ നമിത പ്രമോദ് ഒരു ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, വിക്രമാദിത്യൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് മറ്റേ ഒരു കൊങ്കണി ലൈൻ പാടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരിയുടെ കൊങ്കണി ലൈൻ പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞ പുള്ളിക്കാരി പഠിക്കാൻ ഓർമ്മയിലില്ല. അപ്പോൾ സാർ അത് വല്ല വൈഡ് ഫ്രെയിം ആണെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി അതിങ്ങനെ ജസ്റ്റ് ലിപ്സിങ് ചെയ്ത് അഭിനയിക്കാൻ നോക്കി. അപ്പോൾ സാർ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ ദൂരെ നിന്ന് ചീത്ത വിളിച്ചു, എന്തായി കാണിക്കുന്നത് ദേഷ്യപ്പെട്ടു. പുള്ളിക്കാരി അത് ഭയങ്കര ലൈക്ക് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ സാർ എപ്പോഴും ഈ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഫ്രെജൈലായിട്ട്, ചിലപ്പോൾ പുതിയതായിട്ട് വരുന്ന ആക്ടറോ ആക്ട്രസ്സോ ടീമായിരിക്കും. സാറ് വർക്കിലുള്ളപ്പം അതിൻ്റെ ഡെഡിക്കേഷനും കാണും. അപ്പം എങ്ങനെയാണ് ഈ ഇമോഷണൽ സെറ്റിലുള്ള ഈ ഇമോഷണൽ ടേർമോയിൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സോറി പറയും. ഞാനത് വലിയൊരു ഉത്തരം കണ്ടിരിക്കുക. അല്ല, ഇത് പേഴ്സണൽ റിലേഷൻഷിപ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ വർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പം എന്നോട് അടുപ്പമുള്ള, എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ചുറ്റും ആര് നിൽക്കുന്നു അങ്ങനെയൊന്നും നോക്കിയിട്ടായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ചിലപ്പോൾ മൈക്കിലൊക്കെ വിളിച്ച് പറയും. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. ഭയങ്കര പോളിഷ്ഡായിട്ട് വിളിച്ച് അങ്ങനെ വേണ്ടതായിരിക്കും ചിലപ്പോൾ. അത് ചിലപ്പോൾ അത് ആലോചിക്കാനുള്ള ഒരു സെൻസ് എനിക്ക് വർക്ക് ചെയ്യില്ല. ഞാൻ ആ മൊമെൻ്ററി ആയിട്ട് അത് എൻ്റെ ഒരു സ്പേസ് ആണെന്നുള്ളൊരു ധൈര്യത്തിൽ എനിക്ക് ആ സ്വാതന്ത്ര്യം അയാളോടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴോ ഞങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ ഫിലിമാണ് ഞാൻ ആദ്യമായിട്ട് ഞാനും ദിലീപും കൂടിയിട്ടാണ് ഡയറക്റ്റ് ചെയ്തത്. ദിലീപ് ലാൽ എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ പേര്. മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടൊരു, അപ്പം അതിലാണ് ദിലീപ് നാദിർഷയൊക്കെ ആദ്യമായിട്ടൊരു ഗാനരംഗത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് പാട്ട് എഴുതിയത് നാദിർഷയാണ്. നാദിർഷേൻ്റെ ഒരു പാരഡി സോങ്ങാണ്. അപ്പോൾ അത് ഞങ്ങൾ എറണാകുളം ഇവിടെ മറൈൻ ഡ്രൈവിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് പാടി അഭിനയിക്കുകയാണ്. അപ്പം അവിടെ ഒരു പുൽത്തകിടിയിൽ ദിലീപും നാദിർഷയും ഇങ്ങനെ മലന്ന് കിടക്കുകയും ഇപ്പം റിഫ്ലക്ടർ ബോർഡൊക്കെ വെച്ചിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ലൈറ്റ് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാദിർഷയ്ക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ടേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അതുവരെ കണ്ണടച്ച് കിടന്നിട്ട് ആ പറയുന്ന സമയത്ത് കണ്ണ് തുറന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ടെക്നിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് എന്തായാലും 2-3 പ്രാവശ്യം അത് ശരിയായില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കണമല്ലേ, ഒരു ചെറിയൊരു റിഫ്ലക്ടർ ബോർഡ് മുമ്പിൽ കണ്ണു തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നീയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം? അപ്പം അഭിനയം അങ്ങോട്ട് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മൾ അത്രയും നാദിർഷയായിട്ടൊക്കെ അടുപ്പമുള്ളത് കൊണ്ടാണ്, ആ സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അതെങ്ങനെയോ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ദിലീപ് പറഞ്ഞു, നാദിർഷയ്ക്ക് അതൊരു ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം അവിടെ അവൻ്റെ റിലേറ്റീവ്സൊക്കെ ഈ ഷൂട്ടിങ് കാണാൻ നിൽക്കണേ, എനിക്കറിയില്ല ക്രൗഡ്, അവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് അവന് ഇതിൻ്റെ പാട്ട് എഴുതി. ഒബ്വിയസ്ലി അവരാണ് എന്നേക്കാൾ അന്ന് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ. നാദിർഷ സ്റ്റാറാണ്, ദിലീപും സ്റ്റാറാണ്, മിമിക്രി അങ്ങനെ. എന്നെ ഒരു പൂച്ചക്കളിക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞത് ഭയങ്കര ഇൻസൾട്ടായി ഫീൽ ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് സഹിച്ചോളാൻ പറഞ്ഞു. ദിലീപ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ സോറി. ഞാൻ പറഞ്ഞു, അവൻ എൻ്റെ ഫ്രണ്ടാണ്, എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവൻ എൻ്റെ പരിസരത്ത് വരണ്ട. എനിക്കിപ്പോഴും ഫ്രണ്ടാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ ഫ്രണ്ടാക്കിയാൽ മതി. പിന്നെ നാഷണെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞത് അങ്ങനെ അന്നത്തെ സാഹചര്യം. അപ്പം നാഷണ അന്നത്തെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ദിലീപിനോട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നാദിർഷയും ദിലീപൊക്കെ ആയതുകൊണ്ട് അത് നമ്മളോട് പറയും, ചിലർ മനസ്സിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് എത്രയോ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ചില ആളുകൾ വർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും.
അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു. അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു. ഇത്രയും കാലം അവരുടെ മനസ്സിലത് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നടക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഇത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ എങ്ങനെയാണ് ഇവരുടെ കൂടെ ഒരു മുറിയിൽ കിടന്നത്, ഇവർ നമ്മളെ കഴുത്തേക്ക് കൊല്ലാനൊക്കെ ഉള്ള ദേഷ്യം ഉള്ളിലുണ്ട്. അത് പക്ഷെ നമ്മളറിയില്ല, എത്രയോ വർഷങ്ങൾ നമ്മളറിയില്ല. അപ്പം അതുണ്ട്. പക്ഷെ ഇതെല്ലാം ചേർന്നതാണ് ലൈഫ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്.